അതിന് ഡിവൈഎഫ്ഐ 2 ജന്മം കൂടി ജനിക്കണം. ഡിവൈഎഫ്ഐക്കാരല്ല ആരാണ് അവന്മാർ ഇവിടുത്തെ? തെരുവിൽ നേരിടാൻ വന്നാൽ ഡിവൈഎഫ്ഐക്കാർ പിന്നെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല അവർക്ക്. അതെ, അത്തരം ഭീഷണിയൊന്നും വേണ്ട. അതെന്തൊക്കെ പറഞ്ഞാലും കെ സുരേന്ദ്രൻ പറഞ്ഞത് 100% സത്യമാണ് കേട്ടോ. അദ്ദേഹം അത് പറയുന്നത് അദ്ദേഹം തന്നെ സ്വയം അത് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ തെരുവിലിറങ്ങട്ടെ, നേരിട്ട് കളയാം. തെരുവിലിറങ്ങി ഈ ഡിവൈഎഫ്ഐ BJPനെയോ യുവമോർച്ചനെയൊക്കെ നേരിടാനായിട്ട് തെരുവിലിറങ്ങി എന്ന് പറഞ്ഞാൽ തന്നെ അതിലും വലിയ മണ്ടത്തരമില്ല. അവന്മാർ ഓടിത്തള്ളിക്കൊടുക്കും. കാര്യം അവർക്ക് ഇന്നോളം അത് തെളിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവിടെ BJPക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത സമയത്ത് പോലും കായികമായിട്ട് അവരെ ജയിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോഴാണ് ഇപ്പോൾ 20% ഇവർക്കിവിടെ വോട്ട് ശതമാനമുള്ള ഈ സമയത്ത് നടക്കത്തില്ല. അത് SFI വിചാരിച്ചാൽ നടക്കില്ല, ഇനി DYFI വിചാരിച്ചാൽ നടക്കില്ല, ഇനി CPM തന്നെ വിചാരിച്ചാൽ നടക്കില്ല. കായികമായിട്ട് തെരുവിൽ പോയിട്ട് BJPക്കാരെ നേരിടാം എന്ന് അത് അവരുടെ മലപ്പുറക്കാരുടെ സ്വപ്നം പോലെ ഒരു സ്വപ്നം മാത്രമാണ്. അവർക്ക് ഇത്തരം ഡയലോഗുകൾ കോൺഗ്രസിനോടോ യൂത്ത് കോൺഗ്രസിനോടൊക്കെ പറയാം. അത് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അടിയെന്നെഴുതി കാണിച്ചാൽ തന്നെ അമ്മ വേടി തള്ളിക്കളയും. ഇപ്പോൾ ഇത് ഞാൻ ഇത്രയും ഇതായിട്ട് പറയാനുള്ള കാരണം ഏറ്റവും ഒടുവിൽ നമ്മൾ ഒരു കണ്ട കാഴ്ചയുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇവർ നവകേരള യാത്ര നടത്തിയിരുന്നു. അപ്പോൾ ആ യാത്രയ്ക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസും ഒക്കെ പലയിടത്തും അത് തടഞ്ഞു. അപ്പോൾ അവർ പോലീസിനെ കൊണ്ടും അതുപോലെ തന്നെ ഈ DYFIക്കാർ അന്ന് ഈ ജാഥയുടെ കൂടെ തന്നെ, അതായത് ഈ യാത്രയുടെ കൂടെ തന്നെ സംരക്ഷണം കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനം എന്നൊക്കെയാണ് അന്ന് പിണറായി വിജയൻ അതിനെ വിശേഷിപ്പിച്ചത്. അവർ ഇവരെ ഓടിച്ചിട്ട് തല്ലുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ആ ഈ ജാഥയ്ക്കെതിരെ യുവമോർച്ചയും BJPയും രംഗത്തിറങ്ങിയപ്പോൾ കളി മാറുന്നതാണ് കണ്ടത്. കാര്യം ഈ രക്ഷാപ്രവർത്തനത്തിന് വന്നവന്മാർ തല്ലും കൊണ്ട് ഓടുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. അപ്പോൾ ആൾ എത്ര എണ്ണം ഉണ്ട് അവരുടെ കൂടെ എന്നത് വിഷയമല്ല. അപ്പുറത്ത് ഒരാളുണ്ടെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നടക്കില്ല. ഈ DYFI ആവട്ടെ, SFI ആവട്ടെ, CPM ആവട്ടെ, അവരുടെ ഒരു പ്രത്യേകത എന്നത് ഒറ്റയ്ക്ക് ഈ പാചകം അടിക്കാനേ അവരെ കൊണ്ട് പറ്റൂ. പക്ഷേ തെരുവിലിറങ്ങണമെങ്കിൽ അവർക്കൊരു മിനിമം 50 പേരെങ്കിലും വേണം. ഈ 50 പേരുണ്ടെങ്കിൽ മാത്രമേ ഈ സംഘബലത്തിൻ്റെ ബലത്തിൽ ഇവരെന്തെങ്കിലുമൊക്കെ പോഴത്തരങ്ങൾ വിളിച്ചു പറയത്തുള്ളൂ. പക്ഷേ എന്നാലും ഇവർക്ക് ജയിക്കാൻ പറ്റില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. 2 തരം ആളുകളാണ് അതിലുള്ളത്. ഒന്ന് ഈ മുറിക്കകത്തിരുന്ന് ഡയലോഗ് അടിക്കുന്ന ടീമുകളുണ്ട്, ഈ EMSനെ പോലുള്ള. പഴയ കാലത്താണെങ്കിൽ EMS അവരൊന്നും ഒരിക്കലും സമരത്തിന് ഇറങ്ങാറില്ല, തല്ലുകൊള്ളാറുമില്ല. അവരൊന്ന് ഡയലോഗ് അടിക്കും. ഈ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇപ്പോൾ M സ്വരാജിനെ പോലുള്ള പുള്ളിയും സമരത്തിനൊന്നും ഇറങ്ങാറില്ല, മാറി ഈ ചതുരപടികൾ ഡയലോഗ് അടിക്കും മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പുറത്തിറങ്ങി ഡയലോഗ് പറയുന്നവൻ ഇതുപോലെ ഗീർവാണം അടിക്കത്തേ ഉള്ളൂ. തല്ല് തിരിച്ചു കിട്ടും എന്നുള്ളിടത്ത് മുട്ടാൻ ചെല്ലത്തില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇവർ മുട്ടാൻ ചെല്ലാത്ത മറ്റൊരു കൂട്ടർ കൂടെ ഉണ്ട്, SDP. അവന്മാരുമായിട്ട് മുട്ടാൻ ചെല്ലത്തില്ല, പണി കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇതുപോലെ ഡയലോഗ് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ അങ്ങനെയാണെങ്കിൽ അവരെ ഇറങ്ങട്ടെ, അവർ തിരിഞ്ഞു ഓടുന്ന വഴിക്ക് പൊടി പോലും കാണില്ല എന്ന തരത്തിൽ കെ സുരേന്ദ്രൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ ആ ശൈലിയും നോക്കുക. അദ്ദേഹം അത് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങട്ടെ, നമുക്ക് നോക്കാം എന്നുള്ള രീതിയില്ല. അല്ലെങ്കിൽ അല്ലാതെ അവരിങ്ങോട്ട് ഇറങ്ങിയാൽ ഇവിടെ ക്രമസമാധാന പ്രശ്നമാവില്ലേ, അത് വലിയ പ്രശ്നമാവില്ലേ എന്നൊന്നും ഒരു സങ്കോചവും അദ്ദേഹത്തിനില്ല. ഇറങ്ങട്ടെ, നോക്കാം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ബലമെന്താണെന്ന് അറിയാം. അവന്മാർ ഇതുപോലെ ഇങ്ങോട്ട് വന്നാൽ ആരടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തിയും മടക്കി പോകുന്ന ടീമല്ല എന്ന് നന്നായിട്ട് അറിയാം അവർക്ക്. പോരെങ്കിൽ തുടർച്ചയായിട്ട് രാജ്യം ഭരിക്കുന്ന ടീമാണ്. അധികാരം അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ അധികാരം ഞങ്ങളുടെ കയ്യിലും ഉണ്ടെന്നൊരു ബോധം തീർച്ചയായിട്ടും കെ സുരേന്ദ്രനുണ്ട്. അപ്പോൾ ചെല്ലുന്നു മുട്ടുന്ന ആരോടാണ് എന്ന് DYFIക്കും അറിയാം, SFIക്കും അറിയാം, CPMനും അറിയാം. ചുമ്മാ ഗീർവാണം മാത്രമാണ് അടിക്കാൻ പറ്റൂ എന്ന് അവർക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. പിന്നെ ഒന്ന് മുട്ടി നോക്കുന്നതാണ്. പക്ഷേ ജയിക്കില്ല കേട്ടോ. അത് ഇതിനകം പലതവണ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്.